ലോകം മുഴുവൻ പ്രശസ്തമായ ചോക്ലേറ്റ് ആണ്. ആ ഞാനത് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ തരുന്നതായിരിക്കും. ഞങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ ഈ ഫാക്ടറി ഒന്ന് കണ്ടോട്ടെ. സംശയമുണ്ടോ? ഈ ഫാക്ടറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഓട്ടോമാറ്റിക് ആണ്. വർക്കേഴ്സിന്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ഇതിനെ പോയി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ ക്യാബിനിലുണ്ടാവും. വേഗം വാ, നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയി ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വാവ്, കണ്ടപ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. എങ്കിലൊരെണ്ണം നമുക്കെടുത്ത് കഴിക്കാം. വേണ്ട, നിൽക്ക്. ഹണി, എന്തായി സംഭവിക്കുന്നത്? രക്ഷിക്ക്, കൈ അങ്ങനെ ഒട്ടിപ്പിടിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുന്നോട്ട് നോക്ക്. എന്താ ചെയ്യാ ഇപ്പൊ? എന്താ ചെയ്യാ? ഈ മിഷന് കൺട്രോൾ റൂമിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. പോയി നോക്കാം. അല്ല, ഇതെന്താണ് ഇത്രയും വലിയ ബട്ടൺസോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ബണ്ണി, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്തെങ്കിലും സംഭവിച്ചോ? ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങോട്ട് നോക്ക്. വേഗം അവരെ എങ്ങനെയും രക്ഷിക്ക്. എന്നെ വേഗം രക്ഷിക്കടാ. അക്കുത്തിക്കു താനവരമ്പ കല്ലിക്കുത്തി കരിങ്കുത്തി. ഞാൻ രക്ഷപ്പെട്ടു. എടാ സോർദാറേ, മിഷൻ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞടാ. എടാ അങ്ങോട്ട് നോക്ക്. ആപത്ത് ഘട്ടം ഇനി കഴിഞ്ഞിട്ടില്ല. സംശയമുണ്ടോ? ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ഇളകി. എടാ, അവരിനി രക്ഷപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. എന്താ? ഇനി നീ തന്നെ പറ, എന്താ ചെയ്യാ? ഞാനെന്ത് പറയാനാ? എടാ ഒന്ന് നിൽക്ക്. എടാ ബന്നി, നീ എന്തായി കാണിച്ചത്? ഇവര് പഞ്ച് മിഷന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? എടാ, അവരിപ്പോ കട്ടർ മെഷീന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടോ? പുറകിൽ, മുൻപിൽ, പുറകിൽ, മുൻപിൽ, പുറകിൽ, മുൻപിൽ. എടാ ബന്നി, നീ എന്തായി കാണിക്കുന്നത്? ഇല്ല, എനിക്കറിയില്ല. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അല്ല, ഇതെങ്ങനെയാണ് തല തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ചിലപ്പോ ഈ ബട്ടൺസ് ആയിരിക്കാം. കുളിച്ചിട്ട് കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കുളിച്ചോണ്ട് തന്നെ കഴിക്കുന്നവരെ ഇപ്പോഴാണ് കാണുന്നത്. സംശയമുണ്ടോ? എല്ലാം ശരിയായെന്നാണ് തോന്നുന്നത്.
അല്ല ഞാൻ എന്താ ഈ കാണിച്ചത്? ഈ മെഷീൻ എങ്ങനെയെങ്കിലും നിർത്തിയേ മതിയാകൂ. കുറച്ച് സ്പീഡ് കൂടിയെന്നാ തോന്നുന്നേ. ഇല്ല. ആ, ആ. നീ വല്ലാതെ ചിരിച്ചതല്ലേ? ഈ ബന്നിയെ ഞാൻ നീ എന്തായി കാണിക്കുന്നത്? പോപ്പട്ടി നമ്മുടെ കൂട്ടുകാരനാണ്. അവനിപ്പോ ചോക്ലേറ്റ് ആയിന്ന് വെച്ച് നിനക്ക് ഞാൻ അവനെ തിന്നാൻ തരില്ല. എടാ ഞാൻ അവനെ റാപ്പറിന്ന് പുറത്തെടുക്കുകയായിരുന്നു. എന്നെ നീ കഴുതയെന്ന് കരുതണ്ട, എനിക്കെല്ലാം അറിയാം. റാപ്പർ എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ചോക്ലേറ്റ് കഴിക്കാൻ കഴിയുള്ളൂ. കഴുതേ, പോപ്പട്ടിന്റെ ശ്വാസം ഇപ്പൊ നിൽക്കും. പോപ്പട്ട് ഉറഞ്ഞു പോയിരിക്കുകയാണ്. അവനെ ഉടൻ തന്നെ വെള്ളത്തിലിട്ട് പഴയതുപോലെ ആക്കണം. വെള്ളം എവിടെന്ന് പറയാ? അവിടെ ഉണ്ടല്ലേ? നിങ്ങളൊക്കെ കൂടി എന്നെ എന്താണ് ചെയ്തത്? ഒന്നെങ്കിൽ എടുത്ത് കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ എടുത്ത് എറിയുന്നു. എടാ, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം പൊട്ടിത്തെറിക്കുന്നു. ഇതെന്താ നിങ്ങൾ ഈ കാണിച്ചത്? സിസ്റ്റം ഒക്കെ ഉടൻ തന്നെ ഷട്ട് ഡൗൺ ചെയ്യൂ. മേഡം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് നമ്മളെ വിടുകയില്ല. സംശയമുണ്ടോ? എന്റെ ബായ്, എന്നെ കൊണ്ടതിനായി ലോ ഇടിയിപ്പിച്ചതാ. എന്റെ അമ്മ, ഇത് ലോഗോ ഇല്ല, രാജാവിന്റെ ഡ്രസ്സാ. രാജാക്കന്മാർ ഇതുപോലത്തെ ഡ്രസ്സാണ് അണിയുന്നത്. ഗൂസ്, ഇതെന്താണ്? അതെ, ഇതിന്റെ വാളാണ്, മനസ്സിലായില്ലേ? നീ സേനാപതിയാണ്, ഇതുകൊണ്ടാണോ യുദ്ധം ചെയ്യുന്നേ? ഈ വാളാണ് വേണ്ടത്. പക്ഷെ നീ എന്റെ സൈസ് ഒന്ന് നോക്ക്. ആ വാള് ഞാൻ എവിടെ കൊണ്ട് വെക്കുമെന്നേ? കൂട്ടുകാരെ, ഫേമസ് കിഡ്നാപ്പേഴ്സ് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ മഡ്കിയെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. നമ്മളെല്ലാരും അലർട്ട് ആയിട്ട് ഇരിക്കണം. നോക്ക്, എനിക്ക് ആക്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നീ അഭിനയിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പൊ നീ അലട്ടായിട്ടിരിക്കെ. തോത്താറാമേ, എന്താ തോത്താറാമിനെ? ഒന്ന് ഞാൻ സലീമാകണം, 2 ഡയലോഗ് നന്നായിട്ട് പഠിക്കണം. പിന്നെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ഓ, താൻ ആക്ടിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കിഡ്നാപ്പറുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മട്കി എവിടെ പോയി? മട്കിയുടെ സൗന്ദര്യം കണ്ട ഈ ലോകം തന്നെ ബോധം കെട്ട് വീഴും. മഡ്കി, ഒരു കാര്യം അറിയാമോ? ഇന്ന് നിങ്ങൾ സുന്ദരിയായിട്ടുണ്ട്, അനാർക്കലിയെ പോലെ. ഷഹൻഷാ ഹിന്ദുസ്ഥാൻ, ഈ സലീം അനാർക്കലിയെ ജീവപര്യന്തം സ്നേഹിക്കുകയാണ്. നീ പറഞ്ഞു വന്നത് ജീവന തുല്യമെന്നല്ലേ? അങ്ങനെയും പറയാം. എന്തായാലും കാര്യം പിടികിട്ടിയല്ലോ, പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട എന്താവശ്യമാ ഉള്ളത്? ഇത് നടക്കില്ല. എന്താ ഭായി, നടന്നാലും ശരി ഓടിയാലും ശരി, കാര്യം ഏതാണ് മനസ്സിലായല്ലോ? നടക്കില്ലെന്ന് പറഞ്ഞ ഒരിക്കലും നടക്കില്ല. എന്റെ ഭായി, പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കരുത്, മനസ്സിലായല്ലോ? വേറെ എന്തെങ്കിലും മാറ്റി പറയാൻ നോക്ക. ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. സലീമിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് ഞാൻ ആരെയും പേടിക്കുകയില്ല. നീ പറയുന്നത് എനിക്ക് സമ്മതമല്ല. ഉടനെ അനാർക്കലിയെ കൊണ്ടുപോയി ജീവനോടെ വെച്ച് കല്ലറ കെട്ടു. ശരി മഹാരാജാവേ, വാ. എടാ, ഒന്ന് നിർത്തടാ. ഇനി എങ്ങാനും നീ അനാർക്കലിയെ ടച്ച് ചെയ്താൽ, ടച്ച് ചെയ്ത നിന്റെ കയ്യെ ഞാൻ വെറുതെ വിടില്ല. വേറെ ഒന്നും ടച്ച് ചെയ്താക്കോ. ടച്ച് ചെയ്യരുതെന്നല്ല, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. ആദ്യനെ മനസ്സിലായല്ലോ ഇപ്പോ? എന്നാ ഞാൻ കൊണ്ടുപോകുന്നില്ല. ഗൂസേ, നീ കൊണ്ടുപോടാ.
അനാർക്കലി എന്റേത് മാത്രമാണ്. ഇവളിനി എന്റെ കൂടെ വരും. എന്റെ ഭായ്, താനെന്തിനാ കഥയുടെ ഇടയിൽ കയറി കഥകളി നടത്തുന്നേ? അനാർക്കലിയെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. ഇയാൾ എന്തിനാ രക്ഷിക്കാൻ നോക്കുന്നേ? ഇവന്റെ തല എന്താ മരം കൊണ്ടുണ്ടാക്കിയതാണോ? എന്റെ അമ്മോ! എടാ, നടുക്കിരിക്കുന്ന തലക്കടിക്ക്, അതാണ് ഒറിജിനൽ തല. ഓക്കെ ബായ്, എന്നാ നടുക്കുള്ള തല ഏത് തലയാണെന്ന് പറയേ. ഒരു വശത്ത് 5 എണ്ണം, മറുവശത്ത് 5 എണ്ണം. ഇതിന്റെ ഇടയ്ക്ക് നടുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ഷേഖ് ഇതാ ഇവിടെ എത്തിപ്പോയി. ഇതെന്താ അക്ബറിന്റെ ദർബാറാണോ അതോ ചവറടന്ന കുട്ടയാണോ? എല്ലാവരും വന്ന് ചേരുകയാണല്ലോ. ഇത് കണ്ടോ നിങ്ങൾ? ഒരു ലഡുവിനെ പങ്കിടാൻ 100 പേർ. എന്നെ കൊണ്ടുപോകാനായിട്ട് എത്ര പേരാണ് വന്നിരിക്കുന്നത്? അനാർക്കലി എന്നോടൊപ്പം ദുബായിലേക്ക് വരും. ഒരു കാര്യം ചെയ്യ്, അനാർക്കലി നീ തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ. എന്നിട്ട് സിംഹാസനം എനിക്ക് തരാൻ പറയാ. അനാർക്കലി എന്നോടൊപ്പം വരും. അത് ശരി, എന്നാൽ ഫൈറ്റ് ആൻഡ് ഡിസൈഡ്. അടിപൊളി, അടിപൊളി. അല്ല, ഇതാരാണ്? ദുഷ്ടന്മാർക്ക് എന്നും ഞാൻ ദുഷ്ടനാണ്. എന്റെ പേര് സതീഷ. സതീഷ, സതീഷ. എടാ, എന്റെ നീ നശിപ്പിച്ചു അല്ലേ? വിടില്ല ഞാൻ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നതാ നല്ലത്. വരാൻ. ഐഡിയ. അനാർക്കലിയെ ഞാൻ കൊണ്ടുപോകും. അനാർക്കലി ചൂലൻ ദേവിയുടെ കൂടെയാണ് വരുന്നത്. Don't go. കൊള്ളാം ചൂലൻ ദേവി, നല്ല സമയത്ത് തന്നെയാണ് നിങ്ങളുടെ എൻട്രി. വളരെ സന്തോഷമായി. എന്റെ ഭായ്, താൻ ഈ രാജ്യത്തെ രാജാവാ. എന്നെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ആള് പറഞ്ഞേ. ഇവിടെ നിന്നും എന്റെ അനുമതിയില്ലാതെ ആർക്കും പുറത്തു കിടക്കാൻ കഴിയില്ല. സബാഷക്കാൽ, വേഗം വെക്ക് വെടി. ഓക്കേ. എടാ കഴുത, നീ എന്തിനാണ് തോക്ക് താഴെയിട്ടത്? അനാർക്കലിയെ രക്ഷിക്ക്. വേഗം പിടിക്ക. അനാർക്കലിയെ വിട്. അനാർക്കലിയെ അനാർക്കലി എന്നോടൊപ്പം തന്നെ വരണം. അനാർക്കലി എന്നോടൊപ്പം വരും. അവൾ എന്നോടൊപ്പം വരും. അനാർക്കലി എന്നോടൊപ്പം വരും. അവൾ എന്നോടൊപ്പം വരുമോ? അതെ, അനാർക്കലി ആരോടൊപ്പം വരണമെന്ന് അനാർക്കലിയോട് തന്നെ ഒന്ന് ചോദിക്കേ. നിൽക്ക്. അനാർക്കലി എന്റേതാണ്. എന്റെ അമ്മോ, മതിയായി. അക്ബറിന്റെ ദർബാറിൽ ഇവന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓടിക്കോ. ഞങ്ങൾ അനാർക്കലിയെ മാത്രമാണ് രക്ഷിക്കാൻ നോക്കിയത്. എന്നാൽ ഞങ്ങൾക്ക് നാടകത്തെ രക്ഷിക്കാനായില്ല. സംശയമുണ്ടോ? എല്ലാരെയും പിടിച്ചകത്താക്ക്. യെസ് സർ. കിഡ്സ്,
അതെ, ഇവൻ മഡ്കിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. അറസ്റ്റ് ചെയ്യൂ. വേഗം അറസ്റ്റ് ചെയ്യ്. ഇനി ഇവരെ ആരെയും കിഡ്നാപ്പ് ചെയ്യാൻ പാടില്ല. Yes, sir. നൂറാമത്തെ കിഡ്നാപ്പായി നിങ്ങൾ കാരണം അതെനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഭായ്, താൻ കാരണം ഞങ്ങളുടെ നാടകവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നാടകം സൂപ്പർ ഹിറ്റ് ആണ്. എല്ലാവരും കണ്ടത് നാടകത്തിലെ കഥ തന്നെയാന്നാ. ഇനി 2 ഷോക്ക് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ പിടിക്കേ, ഞങ്ങളെ പിടിക്കേ. എവിടേക്കാ പോയത്? ആ, ഇവിടെയല്ലേ. ഞാൻ ഇപ്പൊ തന്നെ പിടിക്കാം. വെള്ളം കുടിച്ചതൊക്കെ മതി. ഇപ്പൊ ഞങ്ങളെ പിടിക്കേ. എടാ പൂച്ചേ, നിന്നെ ഞാൻ ഇപ്പൊ പിടിച്ച് കാണിച്ചു തരാം. നിന്നെ ഞാൻ ഇന്ന് വിടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ വിടില്ല. വാ വാ, മുകളിലേക്ക് വാ. ഉണ്ണിക്കുട്ടൻ ഇന്നും സ്കൂളിൽ പോവാൻ ലേറ്റ് ആയി. വേഗം വാ കിറ്റി, ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. അടികൈ. ശരി, എന്നാ ഞാൻ കഴിച്ചു വന്നതിന് ശേഷം കളിക്കാവേ. ഹണി, ഇനി അടുത്തത് നീയാണ്. ഇത്രയും സമയം ഞാൻ കിറ്റിക്ക് വേണ്ടിയാ കളിച്ചോണ്ടിരുന്നത്. നിന്റെ കൂടെ ആര് കളിക്കാനാ? ഞാൻ പോപ്പറ്റാണ്, കണ്ണയല്ല. സംശയമുണ്ടോ? ഈ ആനയെ എങ്ങനെയാണ് ഇവിടുന്ന് മാറ്റുക? അതെങ്ങനെ വന്നോ അതുപോലെ തന്നെ ബോക്സിലേക്ക് തിരിച്ചു പൊക്കോളും. ഇതൊരു മാജിക് ബോക്സ് ആണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇത് കൊള്ളാലോ, പുല്ലാങ്കുഴൽ. അടിപൊളി. എന്തൊരു സംഗീതമാ. അടിപൊളി. സംശയമുണ്ടോ? സർപ്പം പുല്ലാങ്കുഴൽ ഊതുന്ന കേട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഹണി, പുല്ലാങ്കുഴൽ ഊത്, അല്ലെങ്കിൽ പ്രശ്നമാകും. എടാ ബണ്ണി, ഹണിയെ കൊണ്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഊതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? ഇവറ്റകളെ ഓടിക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് വേഗം നോക്ക്. സുഹൃത്തുക്കളെ, ഹണി, പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് പുറത്തേക്ക് പോ. എന്നിട്ട് അവറ്റകളെ ദൂരത്താക്കിട്ട് വാ. എന്നാൽ ഹണി എങ്ങനെയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോവുക? ഹണി, വേഗം ജനലിലൂടെ ജമ്പ് ചെയ്ത് പോ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ആദ്യം ആരാണ് ചെന്നത്? വീടിനകത്ത് എങ്ങനെയാണ് ഇത്രയും പാമ്പ് വന്നത്? അടികൈ. വേഗം അടുത്ത പാട്ടിട്ടോ, കേക്കണം. മ്യൂസിക് ഓഫായി പോയി, അതുകൊണ്ട് അവറ്റകൾക്ക് ദേഷ്യം പിടിച്ചത്. ഇപ്പൊ കണ്ടോടാ നീ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ചീത്തപ്പാനീയങ്ങൾ ഒരിക്കലും കുടിച്ചേക്കരുത്. നാഗദേവതയെ എന്നെ കടിച്ചേക്കരുത്. അടികൈ. ഇവൻ നമ്മളെക്കാളും ഭയങ്കരനാന്ന് തോന്നുന്നു. ഇവന്റെ ഡാൻസ് കണ്ടാൽ നമ്മുടെ ഡാൻസ് പോലും നമ്മൾ മറന്നുപോകും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓടിക്കൂ. ഇനി പേടിക്കണ്ട സർ, എല്ലാം ഇവിടുന്ന് പോയി. പക്ഷെ ഇതൊക്കെ എവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്? ഇതിന്റെ ശബ്ദം കേട്ടാണ് അതൊക്കെ വന്നത്. നിനക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? മാജിക് ബോക്സിന്റെ അകത്തുനിന്ന്. മാജിക് ബോക്സ്. ഇത് സാധാരണ ചാട്ടുവാറല്ലേ? ഇത് എന്ത് ചെയ്യാനാ? ഇത് നമ്മളെ അടിക്കോ?
എന്താ സംഭവിക്കുന്നേ? എടാ ഇതിന് ജീവനുണ്ടെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? ഓടിക്കോ. വേണ്ട വേണ്ട വേണ്ട. എന്നെ തല്ലല്ലേ തല്ലല്ലേ തല്ലരുത് തല്ലല്ലേ ഞാൻ പാവാ എന്നെ തല്ലല്ലേ ഇനി പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. പുറത്തേക്ക് പോകാം. തല്ലല്ലേ അയ്യോ, ഇത് എന്റെ പുറകെ വരാണല്ലോ. ഓടിക്കോ കിറ്റി, കിറ്റി. തല്ലരുത് തല്ലരുത് എന്നെ തല്ലരുത്. ഇതുവഴി പതിയെ രക്ഷപ്പെടാം. തല്ലരുത് തല്ലരുത് വെറുതെ വിട് എന്നെ തല്ലരുത്. എന്റെ അമ്മച്ചി എന്നെ പിടിച്ചു. എന്നെ വിട് എന്നെ വിട്. ആരെങ്കിലും എന്നെ ഒന്ന് ഇത് ഓർഗാനിക് കളറാണ്. ഇതുകൊണ്ട് ഹോളി കളിച്ചാൽ മതി. ഹാനികരമായ കളേഴ്സ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. യെസ് മാഡം. എന്റെ പേരാണ് ബാഡ് മങ്കി. നാളെ ഹോളിയാ. നാളെ ബണ്ണിയുടെ മുഖത്ത് ഞാൻ സിൽവർ കളർ അടിച്ചിരിക്കും. അതടിച്ചാൽ ഹോളി കഴിഞ്ഞാൽ ആ കളർ പോവുകയില്ല. എന്താ ഭായി ഇന്നെന്തിനാ കളർ അടിച്ചതാ? നാളെയല്ലേ ഹോളി. ഹോളി ആഘോഷിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തതാ. അതെയോ, കൊള്ളാം. എന്നാ വാ, ഞാനിപ്പം തന്നെ ഇടിക്കാൻ പോകുന്ന ഇടിയില് നാളെ നിനക്ക് കളർ അടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. ഓ, ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ എന്ന് പറഞ്ഞതിന് തല വരുന്നത്. ജോർദാറെ, ഇങ്ങോട്ട് വരൂ. നിനക്കും നിന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്കും അനിയനും ചേട്ടനും ചേട്ടത്തിക്കും എല്ലാവർക്കും എന്റെ ഹാപ്പി ഹോളി. നീ വയ്ക്കോ. സണ്ണി, ഇങ്ങോട്ട് വാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. അതെ ഭായ്, എന്തെങ്കിലും മ്യൂസിക് ഉടനിട്. കഷ്ടപ്പെട്ടാൽ സിനിമയിൽ കിട്ടും ചാൻസ്. എനിക്കും ഇന്ന് കളിക്കണം ഡാൻസ്. അടികൈ. എന്റെ ഈര. എയ്റോപ്ലെയിനിൽ കയറി ആരാണ് ബർത്ത് ചോദിച്ചത്? മങ്കി, നീ എന്താണ് കാണിച്ചത്? അടികൈ.
ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഓർഗാനിക് കളർ വെച്ച് മാത്രമേ ഹോളി കളിക്കാവൂന്ന്. സംശയമുണ്ടോ? ഞാൻ ബണ്ണിയാണ് സിൽവർ കളർ അടിക്കാൻ നോക്കിയതാ. അതിന്റെ ഇടയ്ക്ക് ഇയാള് കയറി വന്നാ ഞാൻ എന്താ ചെയ്യാ? നീ ചെയ്തത് വലിയ തെറ്റാണ്. എനിക്ക് നല്ല രസം തോന്നുന്നു. പട്ടി ഓടിച്ചാൽ നമ്മൾ ഓടുക. എന്ത് ചാണകോ? കളറ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. സോറി. എണ്ണ തേച്ചാൽ ഈ പെയിന്റ് ഇളകും. ഞാൻ പോയി കൊണ്ടുവരാം. ഒന്ന് പതുക്കെ. നമുക്ക് തീ വെച്ച് നോക്കിയാലോ? അതിൽ തീർച്ചയായും പോവും. അത് വെച്ച പെയിന്റ് മാത്രമല്ലടാ, എന്റെ ജീവനും കൂടെ പോവും. പൊയ്ക്കോ. Oh God, ഇത് ഒരുപാട് വൃത്തികേടായി. വല്ലാതെ നീറ്റിലെടുക്കുന്നു. എത്രയും പെട്ടെന്ന് പോയി ചന്ദനം എടുത്തോണ്ട് വരുന്ന നല്ലതാ. അത് നല്ല കുളിർമ കൊടുക്കും. എന്റെ അമ്മേ, ഞാൻ സെമിനാറിന് പോയില്ലെങ്കിൽ എന്റെ ജോലി തീർച്ചയായും പോക്കാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. വേണ്ട, പറയുന്നത് കേൾക്ക്. വേണ്ട. നമ്മൾ നിറം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ നിറം കൂടുതലാക്കിയിരിക്കുക. എടാ, ചന്ദനം തേച്ചപ്പോ എന്താണ് ഇത്രയ്ക്ക് നീർന്നത്? കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ചന്ദനത്തിന്റെ പൗഡർ കിട്ടിയില്ല. അതുകൊണ്ട് ചന്ദനം അരച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ടുവന്ന് തേച്ചതാണ്. ഓണം വന്നു, എനിക്കിപ്പോ കഷ്ടകാലം വന്നു. അടികൈ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇദ്ദേഹത്തിന്റെ മുഖത്ത് സ്കിൻ കളർ പുഷാം. അപ്പോൾ ഈ സിൽവർ കളർ സ്കിൻ കളറിന്റെ താഴെ ആവുമല്ലോ. എനിക്ക് കൺഫേം ആയി. നിന്റെ ഐഡിയ കാരണം ഖന്ന സാറിന്റെ പണി തീരാൻ പോവുകയാണ്. സംശയമുണ്ടോ? എന്താ ഇതൊക്കെ? നിങ്ങളൊക്കെ ഓൾഡ് ഫാഷനാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ലേറ്റസ്റ്റ് ക്രീം ഉണ്ട്. ഇത് വെച്ച് ഇത് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നോക്ക്, മുഖത്ത് നല്ല ഗ്ലോയും കിട്ടും. ഇതെന്താ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. സോറി കന്ന സാർ, ഈ ക്രീം 6 മാസം മുമ്പ് തന്നെ എക്സ്പയർ ആയി പോയതാണ്. ഖന്ന സാറിന്റെ മുഖം പഴയതുപോലെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ലേ? രക്ഷിക്കണേ, എനിക്ക് വല്ലാതെ നീറുന്നേ. എന്നാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തെടുക്കാം. വീടിന്റെ ടെറസിൽ ആരെങ്കിലും ആൽമരം നടുവോ? എലിയെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ഇല്ലം ചുടുവോ? അടികൈ. ഒന്ന് പൊക്കടാ. എടാ, പൊക്കാൻ പറഞ്ഞത് എന്നെയാണ്. എന്റെ അമ്മ നടു ഒടിഞ്ഞു. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു സാധുവിനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൻ സാധു ഒന്നുമല്ല, കള്ളനാണ്. നടു ഒടിഞ്ഞു.
എടാ ഇവിടെ കബഡി മാച്ച് ഒന്നുമല്ല നടക്കുന്നത്. വിടറാ അവനെ. പോലീസുകാർ അവനെ പിടിച്ച് ലോക്കപ്പിനകത്താക്കും. സംശയമുണ്ടോ? ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8000 രൂപയാണ്. ഇന്ന് പിടിച്ചോ. വേറെ 200 രൂപയോ? ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഹായമില്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾക്കറിയില്ലേ? പക്ഷെ കാശിന്റെ ആവശ്യം ഇപ്പൊ കൂടി നിൽക്കുകയാണ് ആശാനെ. എന്നാ ശരി, എല്ലാവർക്കും ഞാൻ കാശ് കൂടുതൽ തന്നേക്കാം. എടാ ജമ്മൂലേ, എല്ലാവർക്കും കാശ് കൂടുതൽ കൊടുക്കടാ. ആശാനി, എന്താണ് ജമുരെ? നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം അടിച്ചു മാറ്റി കഴിഞ്ഞു. നാളെ നമ്മൾ പുതിയ സിറ്റിയിലേക്ക് പോകുന്നു. അവിടുന്ന് മാക്സിമം അടിച്ചു മാറ്റുന്നു. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ കാണൂ. ഇതുപോലത്തെ അഭ്യാസം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അഭ്യാസം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാശ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കയ്യിലുള്ള കാശെല്ലാം എടുക്കൂ. ചേട്ടാ, അനിയ, അമ്മവ, എടുക്ക്. 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോ പാൻ മസാല കിട്ടും. പക്ഷേ ആ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ വയറിന്റെ വിശപ്പടക്കും. അവനാണ് കള്ളൻ. വാ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കൂട്ടുകാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ, എടാ, പോക്കറ്റ് അടിക്കാൻ നോക്കാണോ? നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവന്മാരെ ഒരു കാരണവശാലും വിടരുത്. നല്ലവന്. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓടിക്കോടാ, ജീവൻ വേണേ ഓടിക്കോ. അതാ ഇവന്റെ സഖാക്കൾ ഓടുന്നു. പിടിക്കേ, 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 വിടരുത്. അവരെല്ലാം ഓടുന്നു. വേഗം വാ, പിടിക്കാം. ഇവരെ പിടിക്കുന്നത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് വെവ്വേറെ ആയിട്ടല്ല, ഒന്നിച്ച് നിന്ന് ആക്രമിക്കാം. കൊള്ളാം, ബാഡ്മിന്റന്റെ മാച്ച് നടക്കുകയാണ്. ആരാ ജയിക്കാൻ പോകുന്നേ? ബണ്ണിയാ. സെവൻ വൺ. എന്താ ഹണി ഇത്? ബണ്ണിയുടെ അടുത്ത് നിനക്ക് ഒരു പോയിന്റ് പോലും നേടാൻ കഴിയുന്നില്ലേ? കണ്ടോ? വല്ലാതെ ദാഹിക്കുന്നു. ഞാൻ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വരാം. നിർത്ത്, നിർത്ത്. ഇത് നമ്മുടെ പോപ്പട്ടാണ്. റാക്കറ്റ് കൊണ്ട് അടിച്ചടിച്ച് എന്റെ പണി തീർത്തു. സംശയമുണ്ടോ? സോറി, നീ സൈഡിലിരിക്കാൻ നോക്ക്.
വല്ലാതെ വേദനിക്കുന്നു. കള്ളം പറയാണ്. ഷട്ടിൽ സാറിന്റെ അടുത്ത് പോലും എത്തിയില്ല. എന്തിനെങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നേ? ഷട്ടിൽ കൊണ്ടുപോലും ഇല്ല, പിന്നെ എങ്ങനെ എത്ര അധികം വേദനിക്കാ? സാറ് കാരണം ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു. വെറുതെ കിടക്കുന്ന സ്ഥലത്ത് മരം നട്. നിങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്ക്. അടികൈ പറയേ. കണ്ടംപൂച്ചയെ കണ്ടോടനെ എലി ജീവനും കൊണ്ട് ഓടുകയാണ്. ഇന്ന് രാവിലെ മുതൽ എനിക്ക് വല്ലാത്ത പല്ലുവേദനയാണ്. അടികൈ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, വാ തുറക്ക. പല്ലിന്റെ ഇടയിൽ റൊട്ടിയുടെ കഷ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഈ വേദന. വേഗം വായൊന്ന് തുറന്നേ. താങ്ക് യു ഡോക്ടർ, പെയിൻ കുറഞ്ഞോ? എന്ത്? ഫാന്റെ സ്പീഡ് കുറഞ്ഞെന്നോ? എങ്കിൽ ഞാൻ സ്പീഡ് ഉടൻ തന്നെ അയ്യോ, ഫാനല്ല, പെയിൻ കുറഞ്ഞെന്നാ പറഞ്ഞ. അത് ശരി, പെയിൻ കുറഞ്ഞെന്നാണോ പറഞ്ഞത്? അവനെ ചികിത്സിച്ചപ്പോൾ നിന്റെ പെയിൻ എങ്ങനെയാണ് കുറഞ്ഞത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. എന്റെ അല്ല, അയാളുടെ പെയിൻ കുറഞ്ഞെന്നാ പറഞ്ഞ. ഓ അത് ശരി, നിനക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അല്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മിസ്റ്റർ കന്നയ്ക്കാണ് പെയിന്. ഗണ്ണോ? ഗണ്ണിനെങ്ങനെയാണ് പെയിൻ ഉണ്ടാവുക? ഞാൻ ഗൺസിനെയൊന്നും ചികിത്സിക്കാറില്ലല്ലോ. കന്നയാണ്. കന്ന സാറിന് വല്ലാത്ത വേദനയാണ്. ഓ ശരി ശരി, വയറിന് വേദനയാണല്ലേ? അദ്ദേഹത്തിന്റെ വയറിന് വേദനയാണെങ്കിൽ ഗ്യാസ്ട്രിഷ്യൻ അല്ലേ നിങ്ങൾ പോയി കാണേണ്ടത്? ഞാൻ വെറും ഡെന്റിസ്റ്റ് അല്ലേ? വയർ നല്ല വേദന, വയർ നല്ല വേദന, പല്ലിനാണ് വേദന. ഓ പല്ലിനാണല്ലേ വേദന? അതെ, അതാണ് അങ്ങനെ കൊണ്ടുപോകാൻ വന്നത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. വരാൻ കഴിയില്ലേ? ശരി ശരി, എനിക്ക് കാര്യം പിടികിട്ടി. അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല, കാരണം പല്ലുവേദന അത്രയും കൂടുതലായിരിക്കും. ശരി, നീ വാ, നമുക്ക് പോയി നോക്കാം. പിന്നെ താൻ പേയ്മെന്റ് തന്നിട്ട് പോയാ മതി. ഓക്കേ. എന്റെ അമ്മച്ചി, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ. എന്റെ കണ്ണില് പൊന്നീച്ച പറക്കുകയാണേ. വേണ്ട, നിൽക്ക്. ഇത് കുറച്ച് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊന്നിച്ചയുടെ ശല്യമേ ഉണ്ടാവില്ല. എന്റെ അമ്മേ, ഇവന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. നല്ല കായിക ശേഷിയുള്ളവരെ പോലീസിലെടുക്കും. ഇവൻ ഇന്ന് എന്റെ പണി തീർക്കും. അടികൈ. എന്റെ കണ്ണ് വല്ലാതെ വേദനിക്കുന്നു. വെള്ളം. രക്ഷപ്പെട്ടു. വേഗം ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റ്. നീ എന്താണ് ഈ കാണിക്കുന്നേ? എടുക്കാൻ പാടില്ലേ? ശരി, ഞാനത് അവിടെ തന്നെ വെച്ചേക്കാം. കഴുതേ, അത് വേഗം എടുക്ക്. നീയല്ല എന്നോട് അവിടെ വെക്കാൻ പറഞ്ഞത്. ഇതാ എടുത്തു കഴിഞ്ഞു. ഇതെന്റേതാണ്. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ തന്നെ ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഏത് പല്ലാണ് വേദന? വലതുവശത്തെ മുകളിലത്തെ പല്ല്. ഓക്കേ, ഇടതുവശത്തെ മുകളിലത്തെ പല്ല്. ഇടത്, റൈറ്റ്, മുകളിലത്തെ പല്ല്. ഓക്കേ, റൈറ്റ് സൈഡ് മുകളിലത്തെ പല്ല്. വായി തുറക്കേ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്റെ എക്യുപ്മെന്റ്സ് ആണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് പല്ല് പറിച്ചെടുക്കാൻ കഴിയൂ. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ തീർച്ചയായും ഇന്ത്യ ജയിക്കും. ഇതൊന്നും വേണ്ട, എന്റെ പല്ലുവേദന ശരിയായിക്കോളും. അടികൈ. യെസ്, കൊല്ലും. പല്ലുവേദനയുണ്ടെങ്കിൽ ശരീരം മുഴുവനും കൊല്ലുന്നത് പോലെ വേദനയുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ശരിയായിക്കൊള്ളുന്ന സംശയമുണ്ടോ? ശരിയായിക്കൊള്ളുന്നു. പല്ലുവേദന അങ്ങനെ താനെയൊന്നും ശരിയാവുകയില്ല. വേദന സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ പറയുകയാ. പിടിക്ക് ദേഹത്തെ. വേണ്ട, വേണ്ട.
വിടറാ, വിട്. കന്നാ സാറേ, കൊച്ചുകുട്ടികളെ പോലെ പിടിവാശി പിടിക്കരുത്. ആ കന്നസാറേ ഓടുകയാണെങ്കിൽ പുറത്തേക്ക് ഓടിക്കോ. നല്ല ഐഡിയ. എന്തിനങ്ങനെ പറഞ്ഞത്? കണ്ടില്ലേ, കന്നാ സാർ ഇപ്പൊ പുറത്തേക്ക് ഓടി. പിടിക്കേ, വേഗം പോയി പിടിക്കേ. വേഗം പുറകെ പോയി പിടിക്കേ. എവിടെ പോയി? എവിടെ പോയി കാണുന്നില്ലല്ലോ. മാറി നിൽക്ക്. അയാള് നമ്മളെ പറ്റിച്ചു. അയാളെ പിടിക്കേ. യെസ് ഡോക്ടർ. ഇനി എവിടേക്ക് പോകും? എന്നെ പുറത്തേക്ക് എടുക്ക്. പിടിക്കയാളെ. വിടില്ല ഞാൻ. അല്ല, ഈ ഡോക്ടർ എവിടെ പോയത്? വേണ്ട. ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് പല്ല് പറിക്കണ്ടായേ. ഇനി എങ്ങോട്ടും പോകാൻ കഴിയില്ല. എറിയുമ്പോൾ എന്തിനാ കണ്ണുനീര് വരുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ പിന്തുടരുന്നത്? അടികൈ. ഇയാളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നിട്ട് ഇപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നിരിക്കുന്നു. സാധനങ്ങളെല്ലാം ക്ലിനിക്കിൽ കൊടുത്തേക്ക്. മാറ്, മാറ്.